ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇരുമ്പുളിയും ഉണക്കമീനും വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉണക്കമുളക് ചേർക്കുവാണ്, കുറച്ച് പച്ച മല്ലിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ ഈ അരപ്പ് ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ കറിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഉണക്കമീനെടുത്ത് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഇരുമ്പുളി ഞാനൊന്ന് 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. നമ്മളൊരു മണ്ണിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ വെട്ടിക്കഴുകി വെച്ച ഉണക്കമീൻ ഇടുവാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി അരിഞ്ഞ് വെച്ചത് ഇടുവാണ്. ഞാൻ കുറച്ച് പച്ചമുളക് നടുവെ കീറിയിട്ടില്ല, ഒരു കുറച്ച് വിടിയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കുക. ഇത് മുഴുവൻ ഞാൻ വിടിയിച്ചില്ല. ഇത് നമുക്ക് കറിക്കകത്ത് നിന്നെടുത്ത് ചോറുണ്ണാൻ നേരത്തെ ഇതെടുത്ത് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ കുളന്ന് വെച്ചേക്കുക എല്ലാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇത് ഉണക്കമീനായതുകൊണ്ട് നമ്മൾ കുറേ ഉപ്പ് ചേർക്കുന്നില്ല. ഉണക്കമീൻ ഉപ്പുണ്ട്, എന്നാലും നമ്മൾ കുറച്ച് ഉപ്പ് ഈ പുളിക്കും മുളകിനും പിടിക്കാൻ വേണ്ടി ചേർക്കുവാണേ. പുളിയും മീനും വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പൊഴിക്കുവാണ്. നമ്മൾ കൂടുതൽ തവിയിട്ട് ഇളക്കല്ലേ, മെല്ലെ ഒന്ന് അനയ്ക്കാൻ മതി, ഉണക്കമീൻ പൊടിഞ്ഞു പോവും. ഇനി നമുക്കിത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. ലേശം ഉപ്പ് ചേർക്കുവാണ് ഈ അരപ്പിനുള്ളത്. നമുക്ക് ഈ ചട്ടി എടുത്തൊന്ന് മെല്ലെ ഒന്ന് ചുറ്റിക്കാവേ. നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. നമുക്കിതിന് ഇച്ചിരി കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പിൽ. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞിട്ടേക്കുന്നത്. 2 തണ്ട് കരിയാപ്പില ഇടാം. നമ്മൾ ഉള്ളിയും ഇതെല്ലാം ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഇരുമ്പുളിയും ഉണക്കമീനും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറുണ്ണാനൊക്കെ ഇത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.